സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് വീണ്ടും മരണം. തൃശൂർ അരിമ്പൂർ സ്വദേശി വൈശാഖാണ് ചികിത്സയിലായിരിക്കെ മരിച്ചത്. കയ്പമംഗലത്ത് മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാൽപ്പാറയിൽ തേയിലത്തോട്ട തൊഴിലാളിക്ക് നേരെ കരടിയുടെ ആക്രമണം. ഉത്തരേന്ത്യൻ തൊഴിലാളിയായ ദിൽവാർ അലിക്ക് ഗുരുതരമായി പരിക്കേറ്റു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് വീണ്ടും മരണം. തൃശൂർ അരിമ്പൂർ സ്വദേശി വൈശാഖാണ് ചികിത്സയിലായിരിക്കെ മരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കി. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് തൃശൂർ അരിമ്പൂർ സ്വദേശി 36 വയസ്സുള്ള വൈശാഖ് മരിച്ചു. തിങ്കളാഴ്ച എലിപ്പനി സ്ഥിരീകരിച്ച വൈശാഖ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് മരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയായ വൈശാഖ വെളുത്തൂർ മുനയത്ത് താമസിച്ചു വരികയായിരുന്നു. മൃതദേഹം വടൂക്കര SNDP ശ്മശാനത്തിൽ സംസ്കരിച്ചു. അതേസമയം സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം തുടരുകയാണ്. 13,747 പേരാണ് പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്ത 6 മരണങ്ങളിൽ 2 പേരുടേത് ഡെങ്കിപ്പനി മൂലവും 2 പേരുടേത് എലിപ്പനി മൂലവുമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാളുടെ മരണം എലിപ്പനി സംശയാസ്പദമാണെന്നും മറ്റൊരാൾ ഇൻഫ്ലുവൻസ ബാധിച്ചാണ് മരിച്ചതെന്നും ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം, കണ്ണൂർ, തൃശൂർ ജില്ലകളിലാണ് പ്രധാനമായും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. കയ്പമംഗലത്ത് മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു. ശക്തമായ തിരമാലയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വള്ളത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു. കോവിൽ തെക്കേവളപ്പിൽ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീപാർവതി എന്ന മത്സ്യബന്ധന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. 3 തൊഴിലാളികൾ ചേർന്ന് മത്സ്യബന്ധനത്തിനായി വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെയാണ് ശക്തമായ തിരമാല ആഞ്ഞടിച്ചത്. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളം മറിയുകയായിരുന്നു. വള്ളത്തിൽ ഉണ്ടായിരുന്ന കോഴിശ്ശേരി പ്രസാദ്, പോണത്ത് സുധീഷ്, കൈതവളപ്പിൽ കണ്ണൻ എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വടം ഉപയോഗിച്ച് വള്ളം കരയിലേക്ക് കയറ്റി. അപകടത്തിൽ ആളപായമോ പരിക്കുകളോ ഉണ്ടായില്ലെങ്കിലും വള്ളത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ തേയിലത്തോട്ട തൊഴിലാളിക്ക് നേരെ കരടിയുടെ ആക്രമണം. ഉത്തരേന്ത്യൻ തൊഴിലാളിയായ ദിൽവാർ അലിക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് തേയിലത്തോട്ട തൊഴിലാളികൾക്കായി വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. വാൽപ്പാറയിലെ അപ്പർ പരലൈ എസ്റ്റേറ്റിൽ തേയിലച്ചെടികൾക്ക് മരുന്ന് തെളിക്കുന്നതിനിടെ തൊഴിലാളിക്ക് നേരെ കരടി ആക്രമണം. ഉത്തരേന്ത്യൻ തൊഴിലാളിയായ ദിൽവാർ അലിയെയാണ് തോട്ടത്തിൽ ഒളിച്ചിരുന്ന കരടി ആക്രമിച്ചത്. 5 തൊഴിലാളികൾ ചേർന്ന് ജോലിക്കെത്തിയപ്പോഴായിരുന്നു സംഭവം. ദിൽവാർ അലിയുടെ തലയിൽ കരടി ആക്രമണം നടത്തുകയായിരുന്നു. തൊഴിലാളിയുടെ നിലവിളി കേട്ട് ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ കരടി വനമേഖലയിലേക്ക് ഓടി. ഗുരുതരമായി പരിക്കേറ്റ ദിൽവാർ അലിയെ ആദ്യം വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആനമല കടുവ സങ്കേതത്തിന്റെ ഭാഗമായ വാൽപ്പാറയിൽ കരടി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം അടുത്തിടെ വർദ്ധിച്ചതായി വനംവകുപ്പ് അറിയിച്ചു. വാട്ടർഫോൾ, കവർക്കൽ, റോട്ടിക്കട, അയ്യർപാടി തുടങ്ങിയ മേഖലകളിൽ കരടികളുടെ സാന്നിധ്യം കൂടുതലായതിനാൽ തേയിലത്തോട്ട തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കരടി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായും വനംവകുപ്പ് വ്യക്തമാക്കി. മീഡിയ ടൈം, ചാലക്കുടി. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ 2ാം ഭാഗം പ്രകാശനം ചെയ്തു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷന്റെയും സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കിയ രജിസ്റ്റർ അതിരപ്പള്ളിയുടെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ സമഗ്ര രേഖയാണ്. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷന്റെയും സാങ്കേതിക സഹായത്തോടെ തയ്യാറാക്കിയ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ 2ാം ഭാഗം ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ N. അനിൽകുമാർ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ KH അമിതാഭ് ബച്ചൻ പദ്ധതി വിശദീകരണം നടത്തി. ഡോക്ടർ V. ബാലകൃഷ്ണൻ
വാഴച്ചാൽ DFO സുരേഷ് ബാബു, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പോൾസൺ, ഡോക്ടർ CS വിമൽകുമാർ എന്നിവർ സംസാരിച്ചു. ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗത്തിൽ 1090 പുഷ്പിത സസ്യ ഇനങ്ങൾ, 225 പായൽ ഇനങ്ങൾ, 57 പന്നൽ ചെടികൾ എന്നിവ ഉൾപ്പെടെയുള്ള സസ്യവൈവിധ്യവും, 71 സസ്തനികൾ, 241 പക്ഷികൾ, 33 ഉഭയജീവികൾ, 61 ഉരകങ്ങൾ, 108 മത്സ്യ ഇനങ്ങൾ എന്നിവയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൈവവൈവിധ്യ സംരക്ഷണത്തിനൊപ്പം സുസ്ഥിര ഉപയോഗത്തിലൂടെ പഞ്ചായത്തിനും ഗോത്ര ഗ്രാമസഭകൾക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്ന മാതൃകാ പദ്ധതിയുടെ കരടും ചടങ്ങിൽ അവതരിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ അതിരപ്പിള്ളിയെ മാതൃകയാക്കി ജൈവ വൈവിധ്യ സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കാനാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ലക്ഷ്യം. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേഴാമ്പലുകളുടെ ആവാസ കേന്ദ്രവും മലമുഴക്കി വേഴാമ്പലുകളുടെ ഏറ്റവും കൂടുതൽ കൂടുകളുമുള്ള പ്രദേശമാണ് അതിരപ്പിള്ളി. അപൂർവ പുഴയോര കാടുകളും തനത് മത്സ്യസമ്പത്തും പുരാതന ഗോത്രവർഗ സമൂഹങ്ങളുടെ സാന്നിധ്യവും അതിരപ്പിള്ളിയെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലയാക്കി മാറ്റുന്നുവെന്ന് ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, ചാലക്കുടി. മാള പോലീസ് സ്റ്റേഷനിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയും കൊടുങ്ങല്ലൂർ MLAയുമായ OJ ജനീഷ്. സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വിലയിരുത്തിയ മന്ത്രി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. മാള പോലീസ് സ്റ്റേഷനിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയ മന്ത്രി OJ ജനീഷ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നേരിട്ട് വിലയിരുത്തി. വർഷങ്ങളായി സ്റ്റേഷൻ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചോർച്ചയുണ്ടെന്നും കെട്ടിടം ശോചനീയാവസ്ഥയിലാണെന്നും നേരിൽ കണ്ട മന്ത്രി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. സന്ദർശനത്തിനിടെ സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ മന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പൊതുജനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകി. ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് മന്ത്രി മാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയത്. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രതിഭാ സംഗമവും സ്പോർട്സ് അക്കാദമി ഉദ്ഘാടനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പരീക്ഷയിൽ വിജയിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. കാരണം പഴയ കാലത്തിന് വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിൻ്റെതായ സാധ്യതകൾ ഒരുപാട് കടന്നു വരുന്ന സമയം കൂടിയാണ്. എല്ലാവരുടെയും പ്രതിഭകൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് നന്നായി പഠിക്കാൻ കഴിയും, ചിലർക്ക് നന്നായി കായിക രംഗത്ത് ഇടപെടാൻ കഴിയും, ചിലർക്ക് നന്നായി കലാരംഗത്ത് ഇടപെടാൻ കഴിയും, ചിലർ നന്നായി വരയ്ക്കും, ചിലർ നന്നായി ഓടും, ചിലർ നന്നായി പന്ത് കളിക്കും, ചിലർ നന്നായി ഡാൻസ് കളിക്കും, ചിലർ നന്നായി പഠിക്കും. അങ്ങനെ പലതരത്തിലാണ് ഓരോരുത്തരുടെയും പ്രതിഭകൾ നിൽക്കുന്നത്. നമ്മുടെ ലോകത്ത് ഏറ്റവും നന്നായി പഠിച്ച ആളുകൾ നമ്മൾ നിരന്തരമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആൾക്കാരെ നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളുകളുടെ പട്ടികയിൽ സയന്റിസ്റ്റുകളല്ല ഉള്ളത്. സ്പോർട്സ് രംഗത്തെ താരങ്ങൾ, സിനിമാ രംഗത്തെ താരങ്ങൾ, കലാരംഗത്തെ താരങ്ങൾ, ഇവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഉടനെ നമ്മൾ പറയുന്ന പേരുകൾ. മെസ്സിയുടെ പേര് മുതൽ ഇവിടെ കേരളത്തിലെ പ്രതിഭകളായ നല്ല സ്പോർട്സ് രംഗത്തുള്ള ആളുകളുടെ പേര് വരെയുള്ളതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ നമ്മളതിന് ഏറ്റവും നന്നായി പഠിച്ചവരാണ്, അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്നതെന്ന് പറയാം. ഏറ്റവും നന്നായി പഠിച്ച് നേടിയ അറിവ് സമൂഹത്തിൽ ഗുണകരമായി ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ ആരാധിക്കും. APJ അബ്ദുൽ കലാമിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ധന്യ ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ നിസാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബൽക്കി സലാം, സൗമ്യ ജോജി, ശരത് മോഹൻ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ ആനി ആൻഡു, ജാൻസി ജോയ്, KK വേലായുധൻ എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. മാള സെന്റ് ആന്റണീസ് അലൂമിനി അസോസിയേഷൻ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോജി പോൾ പാലമറ്റത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതിലും കുറവ് കുട്ടികൾ എഴുതിയിട്ടുള്ളിടത്ത് 2, 3, 5, 10 തോറ്റ സ്കൂളുകൾ ഒത്തിരിയേറെ ഉള്ളപ്പോൾ നമ്മുടെ സ്കൂള്
100% വിജയം വരിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെയുള്ളവരെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇവ കാര്യങ്ങൾ. അതിനെ ആദരിക്കാനായിട്ട് മാളയിലെ സെൻറ് ആൽബർട്ട്സിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ സാം മുൻകൈയെടുത്തത് വളരെ നല്ല കാര്യമാണ്. ഇന്നാണ് എനിക്ക് മനസ്സിലായത് സാം സ്ഥാപിക്കപ്പെട്ടിട്ട് 1.5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ആയിട്ടുള്ളൂ എന്ന്. ഞാനോർത്ത് കുറേ പഴക്കമുള്ള ഒരു സംഘടന ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, പിന്നീട് സാം ആയതാണെന്നായിരുന്നു എൻ്റെ ചിന്ത. എന്തായാലും ഇവർ കാണിക്കുന്ന ആ നല്ല മനസ്സ് ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ സാം അംഗങ്ങൾ ക്ലിഫി കളപ്പറമ്പത്തിൻ്റെ നേതൃത്വത്തിൽ കാണിക്കുന്ന ഈ വലിയ പ്രയത്നത്തിന് ഒരു നല്ല കയ്യടി കൊടുത്തതിന് അവർക്ക്. ക്ലിഫി കളപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SLC, +2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മാള പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ജോഷി കാഞ്ഞൂത്തറ അവാർഡ് വിതരണം നിർവഹിച്ചു. പ്രധാന അധ്യാപിക AJ ജെൻസി, മാനേജ്മെന്റ് പ്രതിനിധി സ്റ്റാനി കളപ്പറമ്പത്ത്, PTA പ്രസിഡന്റ് MV ഗിരീഷ്, AK സാദിഖ്, ഷീല ജോസ്, ഡേവിസ് പാറേക്കാട്ട്, ഡൊമിനിക് പാറേക്കാട്ട് എന്നിവർ സംസാരിച്ചു. ചിട്ടി സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഓൾ കേരള ചിട്ടി ഫോർമെൻസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പ്രസ്താവിച്ചു. നിങ്ങളുടെ പരാതികൾ ഭൂരിഭാഗവും ഒരുപക്ഷെ ചിട്ടി രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂറായി നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി അടക്കുന്ന പണവും ചിട്ടി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം പണം കിട്ടാൻ വൈകുന്നു അടക്കമുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വകുപ്പിലെ ബ്രീഫിങ്ങിൽ വരുന്ന കാര്യങ്ങളല്ല. സ്വാഭാവികമായിട്ടും പറയേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അവരാരും അവരുടെ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അവർ തന്നെ ഒരു പരാതിക്കാരായിട്ട് വന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പറയുന്ന സമയത്ത് എനിക്കതൊരു പുതിയ കാര്യമാണ്. കാരണം ഞാൻ ആദ്യത്തെ ബ്രീഫിൽ നിന്ന് കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. ഇപ്പോൾ പറഞ്ഞ കുറേ ദിവസങ്ങളായി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഓരോ ജില്ലകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കും. അതിൽ പ്രത്യേകിച്ച് പരാതികൾ കാരണം നിങ്ങളുടെ പരാതി കിട്ടുമ്പോൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് വരുന്നത്. ഇപ്പോൾ ഈ ബഡ്ജറ്റിലാണെങ്കിലും മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് തുക മാത്രമായിരിക്കും ഒരു പക്ഷേ രജിസ്ട്രേഷൻ്റെ തുടങ്ങുന്നത്. 20-24 കോടി രൂപയുടെ മാത്രമാണ് നമുക്കൊരു പ്ലാറ്റ്ഫോം. താലൂക്ക് പ്രസിഡന്റ് MS വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡേവിസ് കണ്ണനായ്ക്കൽ മന്ത്രിയെ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VT ജോർജ് ചിട്ടി രംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ച സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഡേവിസ് ചിട്ടി രംഗത്ത് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ലഹരി ഉപയോഗവും പ്രത്യാഘാതങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിൽ കൊരട്ടി MMH സ്കൂൾ SPCയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് KR സുമേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് CK രാമദാസ് അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ G അരുൺകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്ന വിഷയത്തിൽ കുട്ടികളുമായി സംവദിച്ചു. SPC കേഡറ്റ് ആയിഷ മെഹറിൻ, SPC കേഡറ്റ് അൻസിയ ജോജി, IVNS ഞാറേക്കാട്ട്, ഷിനി PV എന്നിവർ പ്രസംഗിച്ചു. കോടശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്ന നാട്ടുകാരുടെ ദീർഘകാല ആവശ്യം ശക്തമാകുന്നു. 11 വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം കുണ്ടുകുഴിപ്പാടം ഹെൽത്ത് സബ് സെന്ററിൽ ഡോക്ടറെ പ്രത്യേകമായി നിയമിച്ച് സേവനം ലഭ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതിയ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ച് കുണ്ടുകുഴിപ്പാടം ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസ്, ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരനും MLA സനീഷ് കുമാർ ജോസഫിനും പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണനും കത്ത് നൽകി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിഴിവ് 2026 അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2, LSS, USS, NMSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച വിജയം കൈവരിച്ച സ്കൂളുകളെയുമാണ് അനുമോദിച്ചത്. KK വത്സരാജ് MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, നാട്ടിക ഫർക്ക, റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അബുദാബി പ്രവാസി റാഫി കാട്ടലാൻ മതിൽ മൂല രചിച്ച 2ാമത്തെ പുസ്തകം ചെറിപ്പൂക്കൾ സ്വപ്നം കാണുന്നിടത്ത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. NM കാരശ്ശേരി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. റാഫി കാട്ടലാൻ തന്റെ ജപ്പാൻ യാത്രാനുഭവങ്ങളും ജപ്പാൻ ജനതയുടെ ജീവിതചര്യയും ചരിത്ര പശ്ചാത്തലവും കോർത്തിണക്കിയ പുസ്തകമാണിത്.
50-ൽ പരം രാജ്യങ്ങളിൽ സന്ദർശിച്ച ലോകസഞ്ചാരിയായ അദ്ദേഹം അബുദാബി പ്രവാസി കൂടിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് വീണ്ടും മരണം. തൃശൂർ അരിമ്പൂർ സ്വദേശി വൈശാഖാണ് ചികിത്സയിലായിരിക്കെ മരിച്ചത്. കയ്പമംഗലത്ത് മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാൽപ്പാറയിൽ തേയിലത്തോട്ട തൊഴിലാളിക്ക് നേരെ കരടിയുടെ ആക്രമണം. ഉത്തരേന്ത്യൻ തൊഴിലാളിയായ ദിൽവാർ അലിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.